പുണ്യാത്മാക്കളെ, മനസ്സമാധാനം വേണമെങ്കിൽ എന്നതാണ് വിഷയം. എല്ലാ മാനവരും മനസമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടി പണം സമ്പാദിക്കുന്നു. ക്ഷേത്രദർശനം, നാമജപം, വഴിപാട്, തീർത്ഥാടനം, ഉല്ലാസയാത്ര, കല്യാണം കഴിക്കൽ, സന്താന നേട്ടം എല്ലാം ചെയ്യുന്നു, മദ്യം കഴിക്കുന്നു. എന്നിട്ടും മനസ്സമാധാനം കിട്ടാതെ വീണ്ടും അന്വേഷിക്കുന്നു. പല രോഗികളെയും സുഖപ്പെടുത്തിയ ഡോക്ടർ ആത്മഹത്യ ചെയ്യുന്നു. ഇല്ലായ്മയിൽ നിന്നും 2000 കോടി വരെ നേടിയ ആൾ സ്വയം വെടിവെച്ചു മരിക്കുന്നു. കോടികൾ ആസ്തികളുണ്ട്, വിദേശത്തു നിന്നും സ്വദേശത്തേക്ക് വരാനാവുന്നില്ല. പ്രധാനമന്ത്രിയായി ഇരുന്നിട്ടും ബോംബ് പൊട്ടിയ ശരീരാവയവങ്ങൾ പല കഷ്ണങ്ങളായി പോയി. ഉയർന്ന ജോലിയായിട്ടും കാലാവധി പൂർത്തിയാകാതെ ആത്മഹത്യ ചെയ്യുന്നു. കോടികൾ പൊടിപൊടിച്ച് സുന്ദരിയായ പെൺകുട്ടിയെ വിവാഹം ചെയ്തു. 1 മാസം കഴിയും മുന്നേ ബന്ധം ഏർപ്പെട്ടു. വിദ്യാഭ്യാസം, വിവരമെല്ലാം ഉണ്ട്, പക്ഷേ മനസമാധാനമില്ല. ഇതിനെല്ലാമുള്ള പരിഹാരം നല്ല ഗുരുക്കന്മാരിൽ നിന്നും ആധ്യാത്മിക അറിവ് നേടണം. ആഗ്രഹങ്ങളെ പാടെ ത്യജിക്കണം. ഈശ്വരചിന്തയെ വളർത്തണം. ഏകാന്തതയിൽ ഇരുന്ന് ആത്മവിചാരം ചെയ്യണം. ധ്യാനിക്കണം. ജീവിതം ചിട്ടപ്പെടുത്തണം. മാംസകഷ്ണം കൊക്കിൽ പിടിച്ച് പറന്നു പോകുന്ന പക്ഷിയെ അന്യ പരുന്ത് കാണുകയും തട്ടിപ്പറിക്കാനായി ഒന്നിലധികം പേർ അടുത്തെത്തുകയും മാംസം കൊക്കിലുള്ള പക്ഷിയുടെ യാത്രയ്ക്ക് തടസ്സപ്പെടുകയും ക്ഷീണിക്കുകയും കൊക്കിലുള്ള മാംസകഷ്ണം താൻ അറിയാതെ കൊക്കിൽ നിന്ന് വീണുപോവുകയും അതിൻ പുറകെ മറ്റു പക്ഷികൾ പോവുകയും ചെയ്തതോടെ താൻ സ്വതന്ത്രനാവുകയും ചെയ്തു. കാമനയാണ് ജീവിത തടസ്സം. ആശാപാശങ്ങളെ വിട്ട് സ്വതന്ത്രമായി ജീവിക്കുന്നവർക്ക് മനസമാധാനം ഉണ്ടാവും. ഹരി ഓം.